തന്നെയാ. ഏതോ കൂട്ടുകാരന്റെ നമ്പർ ആയിരിക്കും. എവിടെയുള്ളതെന്ന് പറഞ്ഞോ? ചാടിക്കടിക്കാൻ നിക്കുവല്ലേ, ചോദിക്കാൻ പറ്റുമോ? അമ്മേ, ആ കൂട്ടുകാരന്റെ നമ്പർ ഇങ്ങന്നേ, ഞങ്ങൾ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചോളാം. ഇതില് കിടപ്പുണ്ട്, അവസാനം വിളിച്ച നമ്പറാ. ഓ, ഞാൻ നോക്കിയെടുത്തോളാം. ശരി അമ്മേ, എങ്കിൽ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. വിഷമിക്കണ്ട, മോന്റെ കാര്യമൊക്കെ ശരിയാവും. ഞങ്ങള് ശരിയാക്കി എടുക്കും. വാ. മതി, അത്രയും മതി. 24 മണിക്കൂർ നേരത്തേക്കെങ്കിലും ആ പയ്യനെ ഗൗതമിന്റെ കയ്യിൽ കിട്ടരുത്. അത് കഴിഞ്ഞാ കളി മാറും. ആന്റി, ഗൗതം വെല്ലുവിളി നടത്തി ഇവിടുന്ന് ഇറങ്ങിപ്പോയിട്ട് ഇപ്പൊ തന്നെ മണിക്കൂർ 4 കഴിഞ്ഞു. ഇനി വെറും 20 മണിക്കൂർ. ആ 20 മണിക്കൂറാണ് ഈ വീട്ടിലെ നിധിയുടെ ആയുസ്. ആ രാഹുൽ എങ്ങോട്ടാ പോയതെന്ന് എന്തെങ്കിലും അറിവുണ്ടോ? ദേ, രൂപ 25,000 ഞാൻ അവന്റെ അക്കൗണ്ടിലേക്ക് ഇപ്പോഴും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ട്രിപ്പ് പോയി വരാൻ പറഞ്ഞിട്ടുണ്ട്. വല്ല ബാംഗ്ലൂർക്കോ മുംബൈക്കോ എവിടേക്കെങ്കിലും പോട്ടേന്നേ. അവൻ തിരിച്ചു വരുമ്പോഴേക്കും ഈ വീടിന്റെ പടി നിധി ഇറങ്ങിയിരിക്കും. പിന്നെ എന്തായാലും നമുക്ക് എന്താ ആന്റി? എന്തായാലും നിന്റെ ഈ കളിയങ്ങ് ഏറ്റു. അങ്ങനെ നമ്മൾ നമ്മുടെ ലക്ഷ്യം നേടാൻ പോവാ. നിധി ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ എന്റെ ഏറ്റവും വില കൂടിയ ഡയമണ്ട് നെക്ലസ് ആയിരിക്കും നിനക്ക് ഞാൻ സമ്മാനമായിട്ട് തരാൻ പോകുന്നത്. അയ്യോ എന്റെ ദൈവമേ, ദേ, അവൾ ഇറങ്ങുന്നതിന് മുൻപ് തരണം. അത് വിട്ട് എനിക്ക് അവളുടെ മുന്നിലൂടെ ഒന്ന് വിലസണം, എന്നിട്ട് അവളെ പറഞ്ഞു വിടാവൂ. ഇതുവരെ നമ്മൾ ആലോചിച്ച കാര്യങ്ങളെല്ലാം കൂടി കൂട്ടിച്ചേർത്ത് വായിച്ചു നോക്കിയാൽ ഒരു കാര്യം ഉറപ്പാ, ഈ പറഞ്ഞ രാഹുൽ അത്ര വെടുപ്പല്ല. ആരെങ്കിലും വന്നോ എന്ന് രാഹുൽ അവന്റെ അമ്മയെ വിളിച്ച് അന്വേഷിക്കണമെങ്കിൽ ആരോ തിരക്കി